നേപ്പാളിലെ തിബറ്റ് അതിർത്തിക്ക് സമീപമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 157 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു. 100-ലേറെ ഇന്ത്യക്കാരടക്കം 400ഓളം പേരെ കാണാതായെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ മിന്നൽ പ്രളയത്തിന്റെ ആഘാതം വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. സ്റ്റിംസൺ സെന്ററിന്റെ സഹായത്തോടെ പ്ലാനറ്റ് ലാബ്സിൽ നിന്ന് തയ്യാറാക്കിയ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പ്രളയത്തിന് മുൻപും ശേഷവുമുള്ള സ്ഥിതിഗതികൾ താരതമ്യം ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി ആനന്ദ് മോഹൻ ചേരുകയാണ്. ആനന്ദ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് അതീവ ദുരന്ത സമാന സാഹചര്യമാണ്, ദുരന്തമാണ്. അത്രയധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. മണിക്കൂറുകൾ കൂടുന്തോറും ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളുടെ സംഖ്യയും കൂടുകയാണ്. പുതിയ വിവരങ്ങൾ അതെന്തൊക്കെയാണ്? ലിനിഷ, തീർച്ചയായും റസുവ, നുവാക്കോട്ട്, ധാഡിങ് ഇങ്ങനെ 3 ജില്ലകളിലൂടെയാണ് ഈ അസാധാരണമായ മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്. 150-ലധികം ആളുകൾ മരണപ്പെട്ടു. മരണസംഖ്യ തീർച്ചയായും ഇനിയും ഉയരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം സൂചനകൾ ലഭ്യമാകുന്നത്. നിരവധി ആളുകളെ, കൃത്യമായ എണ്ണം ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും 100-ലധികം ആളുകളെ ഇപ്പോഴും കാണാനില്ല. പലയിടങ്ങളിലായി നിന്നവരെ കാണാനില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളികളടക്കമുള്ള ഈ കൈലാസ മാനസ സരോവർ യാത്രയിൽ തീർത്ഥാടകരാണ്. കാണാതായവരിൽ ബഹുഭൂരിപക്ഷം വരുന്നത്. മലയാളികളെയും കാണാനില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ചിലരെ കാണാനില്ല, നേപ്പാളിൽ നിന്ന് തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളൊരു വലിയ സംഘത്തിനെ കാണാനില്ല. അങ്ങനെ കാണാതായവരുടെ എണ്ണം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പോലും ഇതുവരെ കഴിയാത്ത അത്ര നിലയിൽ വലിയ ആഘാതമാണ് മിന്നൽ പ്രളയം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഇതിനകം തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയാണ് ഇത്ര ക്ഷുഭിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ചെറു ഡാമുകൾ തകർന്നത് മിന്നൽ പ്രളയത്തിൻ്റെ ആഘാതം വലിയ തോതിൽ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആഞ്ഞടിച്ച മിന്നൽ പ്രളയത്തിൽ സർവ്വതും നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മനുഷ്യ സാധ്യമായത് അവിടെ രക്ഷാപ്രവർത്തനത്തിലൂടെ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുകയാണ്. എന്നാലും കഴിയുന്ന രീതിയിലൊക്കെ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ സമാധാനപരമായ ഒരു അന്തരീക്ഷം തിരികെ പിടിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമായിരിക്കും. കാരണം അത്രയധികം കനത്ത നാശമാണ് ആ പ്രദേശത്തെ ആകെ വിഴുങ്ങിയിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇത്രയാണെങ്കിൽ അതിനേക്കാൾ ഭയാനകമാണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ. ഏതായാലും ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രത നിർദ്ദേശം ഈ മിന്നൽ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. നേപ്പാൾ ഇന്ത്യയോടടക്കം വലിയ തോതിലുള്ള സഹായം ഇതിനകം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ നിലയിലുള്ള സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന അടക്കം അവിടെ എത്തും, കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 160ഓളം മരണം ഇതിനകം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി ആളുകളെ കാണാതായവരുടെ എണ്ണം 100, 110, 150 എന്നൊക്കെ പറയുമ്പോഴും എത്രയാണെന്നതിനെ സംബന്ധിച്ച് നിജപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലുള്ള ഭയാനകമായ ഒരു സാഹചര്യമാണ് നേപ്പാളിൽ ഇപ്പോൾ ഉള്ളത്. ലിനിഷ, അതാണ് ആനന്ദ് മോഹൻ. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പുകളും നിലനിൽക്കുന്നുണ്ട്. നന്ദി ആനന്ദ് മോഹൻ വിവരങ്ങൾക്ക്.